റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത പിൻപറ്റുക ചെയ്യും. ചാലിന് ചാലായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. ഹത്താ ലൗ സലകു ഹുജ്റ റബ്ബിൻ ലസലക്തുമൂഹ്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാൽ, ഒരു ജീവിയും ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറില്ല, അതിൽ കയറിയാൽ പോലും വീണ്ടും എന്ത് ചെയ്യും? നിങ്ങൾ അവരുടെ പിന്നാലെ ആ മാളത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ, അല്ലാഹുവിന്റെ റസൂലേ, ജൂതനസാറാക്കളെയാണോ ഉദ്ദേശം? ജൂതനസാറാക്കളെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരാണ്? സഹോദര, നാം മനസ്സിലാക്കേണ്ടത്, ജൂതനസാറാക്കൾക്ക്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, മുസ്ലിമീങ്ങൾ അവരുടെ മാർഗത്തിൽ പിഴച്ചതുപോലെ പിഴക്കാതെ അവർ നമ്മളെ കുറിച്ച് തൃപ്തിപ്പെടില്ല. മുസ്ലിമീങ്ങൾ എങ്ങനെയെങ്കിലും പിഴപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾക്കറിയുമോ, ഈസാ നബി അലൈഹിസ്സലാം നസാറാക്കൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ ശറഅ് പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയപ്പോൾ യഹൂദന്മാർ, ജൂതന്മാർ നസാറാക്കളിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് സുവിശേഷങ്ങൾ ലഭിക്കുന്നവനാണെന്ന് പറഞ്ഞ് പൗലോസ് എന്ന ജൂതനെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞയച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അറിയിച്ച് അവരുടെ പുരോഹിതനായിട്ട് അവരിലേക്ക് ഒഴിഞ്ഞു കയറി. അവരെ ഇഞ്ചിയിൽ കൈകടത്തൽ നടത്തി. പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഇങ്ങനെ അല്ലാഹു ഹറാമാക്കിയത് ഹലാലാക്കി, അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കി. അങ്ങനെ നസാറാക്കളെ പഠിപ്പിച്ചു. ഇസ്ലാം വളർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടമായപ്പോഴേക്ക് ഇസ്ലാം വളർന്നു. ആ സമയത്ത് ജൂതന്മാർ അബ്ദുല്ലാഹ് ബിൻ സബ അൽ യഹൂദി, ജൂതനായ അബ്ദുല്ലാഹ് ബിൻ സബ മുസ്ലിം വേഷത്തിൽ കയറി പുതിയ ഇസ്ലാം സ്വീകരിച്ച പുതു മുസ്ലിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ശുഭത്തുകൾ ഉണ്ടാക്കി. അലി റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞ് പല സ്നേഹങ്ങൾ, അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് പല സഹാബാക്കളോട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹു വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് അബ്ദുല്ലാഹ് ബിൻ സബ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാം, നീയാണ് ഞങ്ങൾ ഇലാഹ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ തീയിലിട്ട്, തീകുണ്ടാരത്തിലിട്ട് കത്തിക്കരിച്ച് കളയാൻ വേണ്ടി കൽപ്പിച്ചു. അത്രത്തോളം ഇസ്ലാമിനെ പിഴപ്പിക്കാൻ വേണ്ടി ജൂതന്മാർ നിയോഗിച്ച അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ പേരക്കുട്ടിയാണ് ഉബൈദിയാക്കളെ ചേർത്തി പറയുന്ന ഉബൈദുല്ലാഹ് ബിൻ മൈമൂൻ അൽ ഖദ്ദാഹ് അൽ യഹൂദി. മിസ്രിൽ ആദ്യമായി നബിയെ കൊണ്ടുവന്നവൻ ഈ അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ പേരക്കുട്ടിയിൽപ്പെട്ടവനാണ്. ഇവരുടെ ലക്ഷ്യം എന്തെങ്കിലും നന്മയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇസ്ലാമിന്റെ എന്തെങ്കിലും നന്മ അവർ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. അവരുദ്ദേശിക്കുന്നത്, അവർ പിഴച്ചതുപോലെ, പ്രവാചകന്മാരെ ഇലാഹാക്കിയതുപോലെ, അവരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ അവർ ഇലാഹാക്കി, പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. അതുപോലെ മുസ്ലിമീങ്ങൾ പിഴക്കണം. നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നത് പോലെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിൽ ആഘോഷിക്കണം. നസാറാക്കൾ ഈസാ നബിയെ ഇലാഹാക്കിയതുപോലെ മുസ്ലിമീങ്ങൾ ഇബാദത്തിന്റെ ഇനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേർക്ക് നീട്ടണമെന്ന് ജൂത നസാറാക്കൾ ആഗ്രഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാമിനെ പുകഴ്ത്തുന്നത് പോലെ, വാഴ്ത്തുന്നത് പോലെ, മദ്ഹ് ചെയ്യുന്നത് പോലെ എന്നെ നിങ്ങൾ ചെയ്യരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ ദൂതനാണെന്ന് എന്നെ പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. പക്ഷേ ഇബാദത്തിന്റെ ഒരു ഇനങ്ങളും നൽകപ്പെടേണ്ടതില്ലാത്ത അല്ലാഹുവിന്റെ അടിമയുമാണ്. ഈ കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ ജൂത നസാറാക്കൾ ഒരുക്കി വെച്ച, മുസ്ലിമുകളെ പിഴപ്പിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച ഒരു കെണിയാണ് റബീഉൽ അവൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജനിച്ചതിന് യാതൊരു ഉറപ്പുമില്ല. ആ ദിവസമാണോ ജനിച്ചത് എന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നിട്ടും ഒരു ദിവസം തെരഞ്ഞെടുക്കുകയും എന്തെല്ലാം ഹറാമുകളാണ് ആ പേരിൽ നടക്കുന്നത്, എന്തെല്ലാം നിഷിദ്ധകളാണ് ആ പേരിൽ നടക്കുന്നത്. പള്ളികൾ ക്രിസ്ത്യാനികൾ അവരുടെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്മസിനെ പോലെ അലങ്കരിക്കുന്ന അവസ്ഥ. നസാറാക്കളെ അല്ലാതെ വേറെ ആരെയാണ് ഇതിൽ സാമ്യപ്പെടുത്താൻ സാധിക്കുക? സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനെ പോലെയാണ്. അതുകൊണ്ട് സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, നാം അതിന്റെ യാഥാർത്ഥ്യം സഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ പിൻപറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തുകളെ പിൻപറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുക, റസൂലുള്ളാഹിന്റെ ദീനിനെ ഉണർത്തി ഇസ്സത്തോടു കൂടി ആ സുന്നത്തുകളെ ജീവിപ്പിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുക, ധാരാളമായി സ്വലാത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായി സമയത്തിൽ നിർണ്ണയിക്കപ്പെട്ട സ്വലാത്തുകളും അല്ലാതെയുള്ള ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇതെല്ലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതുകൊണ്ട് സഹോദര, റബീഉൽ അവൽ 12 നാം കാണുന്ന മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഈ ആഘോഷം ഇത് ഇസ്ലാമിലുള്ളതല്ല, അത് ഇസ്ലാമല്ല, അത് ദീനല്ല. സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്ത പുത്തനാചാരമാണ്, ബിദ്അത്താണ്, അത് ഹറാമാണ്. അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം പോലും നാം കഴിച്ചു പോകരുത്, അതും നമുക്ക് ഹറാമാണ്. ഒരു ബിദ്അത്തിനെ സഹായിക്കുന്ന, ഒരു ബിദ്അത്തിനോട് യോജിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കർമ്മം അത് തെറ്റാണെന്നും അതിനോട് പൂർണ്ണമായ വിയോജിപ്പും നാം അറിയിക്കേണ്ടതുണ്ട്. ഇത് ആഘോഷിക്കുന്ന മുസ്ലിമീങ്ങളോട്, നമ്മുടെ സഹോദരന്മാരോട് ഇതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ രീതിയിൽ ദീൻ മനസ്സിലാക്കാനും അവന്റെ റസൂലിനെ സ്നേഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ